നിങ്ങൾക്കറിയാമോ ജർമ്മനിയിൽ ശൂന്യമായ ബോട്ടിലുകൾ ശേഖരിച്ച് തിരികെ കൊടുത്താൽ പണം സമ്പാദിക്കാമെന്ന്? ഇത് എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. സാധാരണയായി ജ്യൂസ്, സോഡ, ബിയർ എന്നിവയുടെ ബോട്ടിലുകൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിലയ്ക്കൊപ്പം ഫാൻറ്റ് എന്ന അധിക തുകയും അടയ്ക്കേണ്ടി വരും. ഈ ബോട്ടിലുകൾ ഉപയോഗിച്ചതിനു ശേഷം പ്രത്യേക ഫാൻറ്റ് ഓട്ടോമാറ്റിക് മെഷീനുകൾ ഇവ തിരികെ നൽകാവുന്നതാണ്. അതൊരു കോൺവെയർ ബെൽറ്റ് വഴി അകത്തേക്ക് കയറി പോവുകയും പിന്നീട് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് വഴി കുപ്പിയുടെ തരവും അതിൻ്റെ മൂല്യവും കണ്ടെത്തപ്പെടുകയും ചെയ്യുന്നു. ഓരോ തവണ കുപ്പികൾ നിക്ഷേപിക്കുമ്പോഴും ലഭ്യമാകേണ്ട തുക ഇവിടെ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് ലൈവായി കാണാവുന്നതാണ്. കൈവശമുള്ള ബോട്ടിലുകൾ ഇട്ട ശേഷം മെഷീൻ നിങ്ങൾക്കൊരു റെസീപ്റ്റ് നൽകും. ആ റെസീപ്റ്റിൽ കൃത്യമായ ഫാൻറ്റ് എത്രയാണെന്നുണ്ടാവും. അത് സൂപ്പർ മാർക്കറ്റിലെ ക്യാഷ് കൗണ്ടറിൽ നിന്നും നമുക്ക് ലഭ്യമാകും. കുപ്പികൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ചപ്പുചവറുകൾ കുറയ്ക്കുന്നതിനുമാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇങ്ങനെയുള്ള കുപ്പികൾ തിരിച്ചറിയാൻ പൊതുവെ ഒരു സിംബൽ അല്ലെങ്കിൽ ഒരു ലോഗോ ഉണ്ടായിരിക്കും. സാധാരണയായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് 25 സെന്റും ഗ്ലാസ് ബോട്ടിലുകൾക്ക് 8 സെന്റ് മുതൽ 15 സെന്റ് വരെ ആയിരിക്കും ഫാൻറ്റ് ഉണ്ടാവുക. പ്രത്യേക പാക്കേജുകൾക്ക് ഫാൻറ്റ് ബാധകമല്ല. ഇതുവഴി വിദ്യാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ഒരു ചെറിയ വരുമാന മാർഗം കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ സംവിധാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലൊരു സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിലോ നമ്മളും വീടുകൾ നിറയെ കുപ്പികൾ ശേഖരിച്ചിരുന്നേനെ അല്ലേ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഡാങ്കേ ഷോൺ.